شكرا لك ربي حمدا لك ربي أحييت روحي وأنا ഓർമ്മണ്ട അന്നത്തെ പെരുന്നാൾ? അന്ന് പെരുന്നാൾ എന്ന് പറയുന്ന സംഭവം കുടുംബക്കാരൊക്കെ കൂടി 2 ദിവസം മുന്നേ എന്നോട് തറവാട്ടിൽ കൂടും. അവിടുത്തെ ഒച്ചയും ബഹളവും ഉമ്മമാരുടെയും വെല്ലുമ്മമാരുടെയും അമ്മായിമാരുടെ ഒക്കെ പലഹാരങ്ങൾ, അച്ചപ്പം, വെട്ടിപ്പൊരി, മറ്റേ കായോർത്തത്, അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാവും. അന്ന് ഇന്നത്തെ പോലെ ഫോണിൽ കൂടെ ഈദ് മുബാറക്ക് അറിയാം. വീട്ടിലുള്ള എല്ലാവരും ഓരോരുത്തരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഈദ് മുബാറക്ക് പറയും. പെരുന്നാൾ പൈസ കൊടുക്കും. സന്തോഷത്തോടുള്ളൊരു ഒരാഘോഷം തന്നെയായിരുന്നു അന്നത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്. അന്ന് ഞാനും കാക്കയൊക്കെ നാളെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടിയിട്ടൊക്കെ ഉണ്ട്. അത്ര എക്സൈറ്റിംഗ് ആയിരുന്നു അന്നത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇന്നെല്ലാവരും ഈ സാധനം എടുത്തിട്ട് നിരത്തി പിടിച്ച് സ്റ്റാറ്റസും ബ്രോഡ്കാസ്റ്റ് മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കും, ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട്. പഴയ പോലെ കെട്ടിപ്പിടിച്ചുള്ള ഈദ് മുബാറക്ക് പറച്ചിലോ കുടുംബക്കാരെ കാണാൻ പോക്കൊന്നും ഇന്നില്ല. ഇന്നെല്ലാവരും പല വഴിക്കാണ്. അന്നൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകാന്ന് പറയുന്നത് വലിയൊരു സംഭവം. ഇന്നോ രാത്രി 12 മണിയായിട്ട് അടക്കാത്ത ഏതോ ഒരുത്തന്റെ കടയിൽ കയറി ചെന്നിട്ട് അവിടെ നിന്ന് കിട്ടണ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ വരും. പിറ്റേ ദിവസം രാവിലെ കുളിച്ചൊരിഞ്ഞ് അത് വിട്ടിട്ട് അങ്ങോട്ട് പോകും. കുളിക്കേണ്ടതെന്ന് ആർക്കറിയാം. രാവിലെ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് പോകും പള്ളിയിലേക്ക്. എന്നിട്ട് ആ പുതിയ ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ എടുക്കും, വീട്ടിൽ വരും, ഇൻസ്റ്റാഗ്രാം ഉറക്കും, സ്റ്റോറിയിലിടും. സൈഡിൽ ഒരു ഈദ് മുബാറക്ക്. അപ്പം ഏത് പാട്ടാണോ ട്രെൻഡിങ് ആ പാട്ടിടും, സ്റ്റോറി പോസ്റ്റ് ചെയ്യും. പിന്നെ പത്തിരി ഇറച്ചി തിന്നും. അതിപ്പോഴും ഒരു മാറ്റം ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഭാഗ്യം. നിങ്ങനൊന്നും ആലോചിച്ച് നോക്കി, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആഘോഷമില്ല. അന്നതൊക്കെ ആഘോഷമായിരുന്നു. ഇന്നിപ്പോൾ ആ ചടങ്ങ് മുടക്കാൻ പാടില്ല, അതുകൊണ്ട് നടത്തുന്നു, അത്രേ ഉള്ളൂ. പള്ളിയിൽ പോവാ, തിരിച്ചു വരാം, പത്തിരി ഇറച്ചി തിന്നാ, കിടന്നുറങ്ങാം. പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് അത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്. ഇപ്പം നീ വലിയ പെരുന്നാൾ എത്തി. ഇത്തവണത്തെ പെരുന്നാളിലെങ്കിലും കുടുംബക്കാരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടും. എന്നിട്ട് ആ പഴയ സന്തോഷത്തിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കും. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി, വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ആ പഴയ ഒരു സന്തോഷത്തിൽ പെരുന്നാൾ ആഘോഷിക്കും. ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കും. ഈദ് മുബാറക്ക് ഒന്നും ഇനി ഫോണിലാക്കണ്ട, എല്ലാവരും നേരിട്ട് കണ്ട് കുടുംബക്കാരൊക്കെ കൂടി കെട്ടിപ്പിടിച്ച് ഈദ് മുബാറക്ക് പറഞ്ഞ് കുട്ടികൾക്ക് പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്ത് കുട്ടികൾ ഞാനും പെടും. അപ്പം എല്ലാവരും ഒന്ന് ആ ഒരു പഴയ രീതിയിലോട്ട് പോവാ. ആ ഒരു സന്തോഷം എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാം. അപ്പോഴല്ലേ ശരിക്കും ഒരു പെരുന്നാളാവുള്ളൂ. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. ഇത്തവണ മുതൽ എല്ലാവർക്കും എല്ലാ പെരുന്നാളും ആ പഴയ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ടാറ്റാ.